മക്കളുണ്ടാകുന്നത് ഒരു ഭാഗ്യമാണ്. മക്കളില്ലാതിരിക്കുന്നതോ അതും ഒരു ഭാഗ്യമായിരിക്കാം. നിനക്കറിയാമോ, പ്രായമാകുമ്പോൾ എല്ലാവർക്കും സ്വപ്നങ്ങളില്ലാതാകും. കാഴ്ചകൾക്കും അനുഭവങ്ങൾക്കുമൊക്കെ പുതുമകളില്ലാതാവും. എല്ലാം ആവർത്തന വിരസങ്ങളായി തോന്നും. ജീവിതത്തിന് വല്ലാത്തൊരു മടുപ്പ് തോന്നിത്തുടങ്ങും. അപ്പോഴൊക്കെ ജീവിതത്തിൻ്റെ വർണ്ണങ്ങളിലേക്ക് വീണ്ടും നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകാൻ അവരുണ്ടാകും. നമ്മുടെ മക്കൾ, പേരമക്കൾ. അവർ നമ്മുടെ കളിക്കൂട്ടുകാരാകും. അപ്പോൾ നമ്മൾ വീണ്ടും കുട്ടികളായി മാറും. കുട്ടികളുടെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണുമ്പോഴാണ് അത് കൂടുതൽ പുതുമയുള്ളതായി തോന്നുക. കണ്ടുമടുത്ത കാഴ്ചകളൊക്കെയും ആദ്യമായി കാണുന്ന പോലെ അപ്പോൾ നമുക്ക് കൗതുകമുള്ളതായി തോന്നും. അങ്ങനെ എല്ലാ ദുഃഖങ്ങളും നമ്മെ വിട്ടുപോകും. ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലത്ത് ഞാൻ സങ്കല്പിച്ചു വച്ചിരുന്നത്. സങ്കല്പമെവിടെ, യാഥാർത്ഥ്യമെവിടെ? നിനക്കറിയാമോ, ഞങ്ങളുടെ ഏക മകളായിരുന്നു നന്ദിനി. അവൾ ജനിച്ചതിൽ പിന്നെ ഞങ്ങളുടെ ജീവിതം അവളെ ചുറ്റിപ്പറ്റി മാത്രമായി. അവളോടൊപ്പം ജീവിതം മനോഹരമായ ഒരു നദി പോലെ ഒഴുകാൻ തുടങ്ങി. അവളുടെ സുഖവും സന്തോഷവും മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. നന്ദിനിയെ ഞങ്ങൾ നല്ല രീതിയിൽ വളർത്തി. അവൾക്ക് നല്ല വിദ്യാഭ്യാസം, ജോലി, പിന്നെ അവളുടെ വിവാഹം. ഇതെല്ലാമായിരുന്നു എൻ്റെയും എൻ്റെ രാധികയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഉറങ്ങി, ഉണർന്നു, ജോലി ചെയ്തു. സ്വന്തമായ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെച്ച് മകൾക്ക് വേണ്ടി മാത്രം രാധിക ജീവിച്ചു. മകളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ചു. അങ്ങനെ നന്ദിനി ജിയോഗ്രഫിയിൽ മാസ്റ്റർ ബിരുദം നേടി. അതുകഴിഞ്ഞ് റിസർച്ചിന് പോകണമെന്നായിരുന്നു മോളുടെ ആഗ്രഹം. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. പഠിപ്പൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് രാധിക നിർബന്ധം പിടിച്ചു. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് മകൾ സുമംഗലിയാവുന്നത് കാണാനാണ് രാധിക ഇത്രയും കാലം ജീവിച്ചതു തന്നെ. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും മകൾ വിവാഹത്തിന് തയ്യാറായില്ല. ആദ്യമൊക്കെ പഠനം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നായിരുന്നു മകൾ പറഞ്ഞിരുന്നത്. എന്നാൽ പഠനം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടിയിട്ട് മതിയെന്നായി. അവസാനം നാട്ടിൽ തന്നെ ഒരു ജോലിയും കിട്ടി. പക്ഷേ അപ്പോഴും അവൾ കല്യാണത്തിന് തയ്യാറായില്ല. ഞാനും രാധികയും പലവട്ടം നിർബന്ധിച്ചു. അവൾ വഴങ്ങിയില്ല. അവസാനം ഒരു ദിവസം മുഖത്തടിച്ച പോലെ മകൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: ഇനി മേലിൽ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് അവളുടെ മുമ്പിലേക്ക് വരരുതെന്ന്, വിവാഹത്തിന് അവളെ നിർബന്ധിക്കരുതെന്ന്, ആരെയും കല്യാണം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്നും, ജീവിതകാലം മുഴുവൻ ഒരാളുടെ ഭാര്യയായി അയാളുടെ മക്കളെയും നോക്കി ജീവിക്കാൻ അവൾ ഒരുക്കമല്ലെന്നും ഞങ്ങളുടെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. അപ്രതീക്ഷിതമായ ഒരടിയേറ്റ പോലെ രാധിക തരിച്ചു നിന്നു. ഒന്നും പറയാനാകാതെ ഞാൻ നിശബ്ദനായി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. അമ്മയെന്ന അധികാരത്തിൽ രാധിക വീണ്ടും വീണ്ടും മകളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അതോടെ അമ്മയും മകളും തമ്മിൽ വീട്ടിൽ എന്നും പ്രശ്നങ്ങളായി. അതിനിടയിലാണ് നന്ദിനിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയാകുന്നത്. പോകാൻ അവൾ തീരുമാനമെടുത്തു. കുറച്ചുകാലം മാറി നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ബാംഗ്ലൂരിലെത്തിയ ആദ്യ ദിവസങ്ങളിലൊക്കെ അവൾ ഇടയ്ക്കിടെ ഞങ്ങളെ വിളിക്കുമായിരുന്നു. പിന്നീട് അതൊക്കെ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഞങ്ങളുമായും നാടുമായും അവൾക്ക് തീരെ ബന്ധമില്ലാതെയായി. അതോടെ രാധിക തീർത്തും തകർന്നു. ജീവിതത്തെ ഏറെ കാലം മുന്നോട്ട് ചലിപ്പിച്ചിരുന്ന, ഏറെ താലോലിച്ചിരുന്ന ഒരു സ്വപ്നം പെട്ടെന്ന് തകർന്നു വീഴുമ്പോൾ ഏതൊരാളും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അങ്ങനെയൊരവസ്ഥയിലൂടെ രാധികയും കടന്നു പോയിട്ടുണ്ടാകണം. ക്രമേണ അവൾ ആരോടും സംസാരിക്കാതെയായി. സ്കൂളിൽ നിന്ന് ലോങ് ലീവ് എടുത്തു. അധിക സമയവും രാധിക ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടു. പലപ്പോഴും അവൾ സ്വന്തം ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി. അതിൻ്റെ വേദന ഒരു ലഹരി പോലെ അവൾ അനുഭവിച്ചു. പക്ഷേ അങ്ങനെ അധികകാലം മുന്നോട്ട് പോയില്ല. ഒരു ദിവസം ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അന്ന് നിലച്ചുപോയത് എൻ്റെ ഹൃദയമായിരുന്നു. തകർന്നു പോയത് എൻ്റെ ജീവിതമായിരുന്നു. ഞാനാണ് അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ രാധികക്കത് സഹിക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. ആ സമയത്ത് അങ്ങനെയൊന്നും അവൾ ചിന്തിച്ചു കാണില്ല. മരണം സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ ഒരാൾക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഒരാൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അയാളുമായി ഏറ്റവും അടുപ്പമുള്ള ചിലരൊക്കെ ഭൂമിയിൽ ബാക്കിയാകുമല്ലോ. അവരനുഭവിക്കുന്ന വേദനയും പിടച്ചിലും അതെത്രമാത്രം അസഹനീയമാണെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരാളും ആത്മഹത്യ ചെയ്യില്ല. ഹരി
ദീർഘമായൊന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിന്ന് പകുതി മരിച്ച ഒരു ശരീരം മാത്രമാണ്. എൻ്റെ തന്നെ ശവമഞ്ചമാണ് ഞാൻ തലയിൽ ചുമന്ന് നടക്കുന്നത്. ജീവിതത്തോടുള്ള എല്ലാ ആസക്തിയും എനിക്ക് നഷ്ടമായിരിക്കുന്നു. എന്തോ ഓർത്തിട്ടെന്ന പോലെ സുമ പറഞ്ഞു, അന്നൊരിക്കൽ ഹരിയേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജീവിതം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല സഞ്ചരിക്കുകയെന്ന്. ചിലപ്പോൾ ജീവിതം കൊണ്ടുപോകുന്ന വഴിയിലൂടെയും നമ്മൾ സഞ്ചരിക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ മനസ്സിൻ്റെ വിങ്ങലുകൾ പങ്കുവെക്കാനായപ്പോൾ ഹരിയേട്ടൻ അനുഭവിച്ചൊരു ഭാരക്കുറവുണ്ടല്ലോ, അതെനിക്ക് നന്നായി മനസ്സിലാകും. കാരണം ഒത്തിരി നോവുകൾ പങ്കുവെക്കാനാവാതെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവളാണല്ലോ ഞാനും. വകതിരിവില്ലാത്ത പ്രായത്തിൽ ഒരിക്കൽ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ജീവിക്കാൻ എനിക്കൊരാളുടെയും കൂട്ടുവേണ്ടെന്ന്. അന്ന് അമ്മ എന്നോട് പറഞ്ഞു, ആരുടെയും കൂട്ടില്ലാതെ ജീവിക്കാമെന്ന്. ഇപ്പോൾ തോന്നും അതൊക്കെ വെറും തോന്നലാ. പരസ്പരം അറിയാനും പറയാനുമൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. കയറി ചെല്ലാനൊരിടവും കാത്തിരിക്കാൻ ആളുമില്ലെങ്കിൽ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. അപ്പോൾ ജീവിതം ഒരു ഭാരമായിത്തീരും. അമ്മ അന്നങ്ങനെ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, എൻ്റെ പ്രായത്തിലുള്ള ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ഇന്നെനിക്ക് എല്ലാം നന്നായി മനസ്സിലാകും. അതെല്ലാം ജീവിതം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നെപ്പോലെ എന്നെങ്കിലും ഒരിക്കൽ നന്ദിനിക്കും എല്ലാം മനസ്സിലാകും. അന്നവൾ തിരിച്ചു വരും. സ്വന്തം ജീവിതം മറന്ന് നിങ്ങൾ രണ്ടുപേരും മകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ മകളതെല്ലാം മറന്ന് അവളുടെ സ്വന്തം സന്തോഷങ്ങൾ തേടിപ്പോയി. ഹരിയേട്ടൻ പറഞ്ഞതുപോലെ ഏറ്റവും അടുപ്പമുള്ളവർ ഉപേക്ഷിച്ചു പോകുമ്പോൾ തനിച്ചായി പോകുന്നവർ അനുഭവിക്കുന്ന വേദനയും പിടച്ചിലും അത് എത്രമാത്രം അസഹ്യമാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്ദിനി ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഏതായാലും അവളുടെ ജീവിതം അവൾ ജീവിക്കട്ടെ. ഭൂമിയിൽ കുറച്ചു സമയമല്ലേ അവൾക്കും നമുക്കുമൊക്കെ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അതിനെ നാം ജീവിതമെന്ന് വിളിക്കുന്നു. നമ്മെ വേണ്ടാത്തവരെ പിന്നെയും പിന്നെയും മനസ്സിൽ ചുമന്ന് നടന്ന് ജീവിതത്തെ നശിപ്പിക്കരുത്. നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കണം. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റുള്ളവർ ചെയ്തതും പറഞ്ഞതുമൊക്കെ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരുന്നാലും കഴിഞ്ഞു പോയതെല്ലാം തിരുത്താനൊന്നും നമുക്ക് പറ്റില്ല. അതിനെയെല്ലാം അതിൻ്റെ പാട്ടിന് വിടുക. ഹരി ആശ്ചര്യത്തോടെ സുമയെ നോക്കി. ജീവിതത്തെപ്പറ്റി അവൾ ഏറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാനോ